Hi all, in this video we are going to discuss the Monte Carlo method of simple integration. Monte Carlo method is an iterative computational method can be used to calculate multi-dimensional integral and investigate the behavior of physical system using statistical method. It is used as a statistical tool in studying situations which are not amenable to computer using determinant algorithms. മോണ്ടി കാർലോ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ ഇൻ്റഗ്രേഷൻ മെത്തേഡാണ്. അത് മെയിൻലി കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് മൾട്ടി ഡയമെൻഷൻ ഇൻ്റഗ്രലിൻ്റെ കേസിലാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ആൻഡ് ഓൾസോ ഫിസിക്കൽ സിസ്റ്റത്തിൻ്റെ ബിഹേവിയറെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ ഈ മെത്തേഡ് ഉപയോഗിക്കാറുണ്ട്. ആൻഡ് മോണ്ടി കാർലോ മെത്തേഡ് ആർ യൂസ്ഫുൾ ടു ഫൈൻഡ് ന്യൂമറിക്കൽ സൊല്യൂഷൻ വിച്ച് ആർ നോൺ ലീനിയർ ആൻഡ് ഇൻവോൾവിങ് സർട്ടൻ പാരാമീറ്റേഴ്സ്. ഇത് മോണ്ടി കാർലോ മെത്തേഡ് നോൺ ലീനിയറും പാരാമീറ്റേഴ്സ് ഇൻവോൾവ് ചെയ്യുന്ന ഫംഗ്ഷൻ്റെ ന്യൂമറിക്കൽ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാനും മോണ്ടി കാർലോ മെത്തേഡ് ഉപയോഗിക്കാറുണ്ട്. ഇൻ ഫിസിക്സ് മോണ്ടി കാർലോ മെത്തേഡ് ആർ യൂസ്ഡ് ഇൻ ന്യൂക്ലിയർ ഫിസിക്സ്, എക്സ്റേ ഇമാജിൻ, മോളിക്കുലർ ഡൈനാമിക്, ക്രിസ്റ്റൽ ഫിസിക്സ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിസിക്സ്, ഇലക്ട്രോ ഡൈനാമിക്സ് ഇൻ ഡോപ്ഡ് സെമി കണ്ടക്ടർ തുടങ്ങിയ സ്ഥലത്തും മോണ്ടി കാർലോ മെത്തേഡ് ഉപയോഗിക്കാറുണ്ട്. ഇനി ഇതിൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പിളാണ് നമുക്ക് പഠിക്കാൻ പോകുന്നത്. ലെറ്റ് us consider a particular integral I is equal to integral f of x dx which is to be integrated from a to b. നമ്മളിവിടെ ഒരു ഇൻ്റഗ്രൽ കൺസിഡർ ചെയ്യുകയാണ്. I is equal to integral f of x dx. അത് എവിടുന്നോട്ട് എവിടം വരെ ഇൻ്റഗ്രേറ്റ് വെച്ചാൽ x is equal to a തൊട്ട് x is equal to b വരെയാണ് ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. നമ്മളൊരു ഗ്രാഫ് ഇവിടെ പ്ലോട്ട് ചെയ്യാണ്. ലെറ്റ് us plot the function from x to വൈക്ക് വരെ നമ്മളിവിടെ എഫ് ഓഫ് എക്സ് കൊടുത്തു. ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യാണ്. ഫ്രം എക്സ് ടു വൈ എഫ് ഓഫ് എക്സ് എന്നതിൽ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാണ്. ഈ പ്ലോട്ട് ചെയ്യുന്ന ഗ്രാഫ് നമ്മുടെ പ്ലോട്ട് ചെയ്യുന്ന ഫംഗ്ഷൻ അത് ഏത് ഷേപ്പ് വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം. അതായത് റെഗുലർ ഓർ ഇറഗുലർ അതൊന്നും കുഴപ്പമില്ല, ഏത് ഷേപ്പ് ആണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ പ്ലോട്ട് ചെയ്തു. നമ്മളതിന് ലിമിറ്റ് കൊടുത്തു. എക്സ് ഇസ് ഈക്വൽ ടു എ, എക്സ് ഇസ് ഈക്വൽ ടു ബി എന്നുള്ള ലിമിറ്റ് കൊടുത്തിട്ടുണ്ട് ഗ്രാഫിക്കലിൽ തന്നെ. ആൻഡ് we know that graphically this integral is nothing but the area. Graphically നോക്കുകയാണെങ്കിൽ ഇൻ്റഗ്രൽ എന്താണ്, ഏരിയ ആണ്, which is represented by small letter a. That is I is equal to integral a to b f of x dx is equal to area small letter a. But it is not easy to calculate this area. പെട്ടെന്ന് ഇത് ഈസി ആയിട്ട് ഈ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഒരു സിമ്പിൾ ഏരിയ കൺസിഡർ ചെയ്യാണ്. കൺസിഡർ എ സിമ്പിൾ ഏരിയ ദാറ്റ് ഈസ് ക്യാപിറ്റൽ എ. ക്യാപിറ്റൽ എ എന്ന സിമ്പിൾ ഏരിയ കൺസിഡർ ചെയ്തു. ക്യാപിറ്റൽ എ എന്ന് പറയുന്നത് സിമ്പിൾ ഏരിയ ദാറ്റ് ഇൻക്ലൂഡ് എ. ക്യാപിറ്റൽ ഏരിയ എന്താ വെച്ചാൽ സിമ്പിൾ ഏരിയ ആണ്, അത് സ്മോൾ ലെറ്റർ എ ഇൻക്ലൂഡ് ചെയ്യുന്നു. സ്മോൾ ലെറ്റർ എ എന്നാണ് ഏരിയ ടു ബി ഇൻറ്റഗ്രേറ്റഡ് ഓർ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ്. സ്മോൾ എയും ഈ ക്യാപിറ്റലിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ നമുക്കൊരു എക്സാമ്പിൾ ഒരു മനസ്സിലാക്കാം. ഒരു കൺസിഡർ റെക്റ്റാങ്കിൾ. നമ്മുടെ നമ്മൾ വരച്ച ഗ്രാഫിൽ റെക്റ്റാങ്കിൾ കൺസിഡർ ചെയ്തു. അതിവിടെ വരച്ചിട്ടുണ്ട്. ദസ് വി ചൂസ് എൻ എന്നൊരു വേരിയബിൾ ചൂസ് ചെയ്യാണ്. വേർ എൻ ഈസ് എ ലാർജ് നമ്പർ ഓഫ് പോയിൻറ്റ്സ് ഇൻ എക്സ് വൈ വിച്ച് ഈസ് റാൻഡംലി. ഇത് നമ്മളിപ്പോൾ എൻ എന്നൊരു വേരിയബിൾ ചൂസ് ചെയ്തു. അതെങ്ങനെയായിരിക്കും, ഒരു ലാർജ് നമ്പർ ഓഫ് പോയിൻറ്റ്സ്, ലാർജ് എക്സ് വൈ എന്ന പ്ലെയിനിലെ ലാർജ് നമ്പർ ഓഫ് പോയിൻറ്റ്സ് ആണ് എൻ. അതും യൂണിഫോമിലി അല്ല ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത, റാൻഡംലി ആണ്, നോട്ട് യൂണിഫോം ആയിട്ടാണ് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. റാൻഡംലി ആണ് ഈ പോയിൻറ്റ്സ് എല്ലാം ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. നമ്മളിവിടെ അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. റാൻഡംലി പോയിൻറ്റ്സ് എല്ലാം ഈ ഗ്രാഫിൻ്റെ ഉള്ളിൽ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് സപ്പോസ് ഒരു കണ്ടീഷൻ കൺസിഡർ ചെയ്യുക. ഇഫ് എൻ ഈസ് ലാർജ്, എൻ ലാർജ് ആണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ദ പോയിൻറ്റ്സ് ആൻഡ് ഏരിയ ആർ പ്രപ്പോർഷണൽ. എന്താ എ ഈസ് പ്രപ്പോർഷൻ ടു എൻ. ടോട്ടൽ നമ്പർ ഓഫ് ദ area is proportional to the total number of the points are proportion to area. That is equal to a is proportion to n. നമുക്കതിന് ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. then small letter a is proportional to the small letter n. small letter area എന്താണ് ഞാൻ പറഞ്ഞത്. a എന്ന് പറയുന്നത് ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഓർ ഏരിയ ടു ബി കാൽക്കുലേറ്റഡ് വിച്ച് ഈസ് പ്രപ്പോർഷണൽ ടു ദ സ്മോൾ ലെറ്റർ n. സ്മോൾ ലെറ്റർ n എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ദ പോയിൻറ്റ്സ് ഇൻസൈഡ് ദ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ്. ഈ സ്മോൾ എ എന്ന് വെച്ചാൽ ഏരിയ ടു ബി ഇൻറ്റഗ്രേറ്റഡ്, അതിലുള്ള സ്മോൾ പോയിൻറ്റ്സിനെ പറയുന്ന പേരാണ് സ്മോൾ ലെറ്റർ എൻ. അത് നമ്മൾ ഇക്വേഷൻ 2 എന്ന് കൊടുത്തു. കമ്പയറിങ് ഇക്വേഷൻ 1 and 2 we get small letter a by capital A equal to small letter n by
capital N, that is equal to small letter a is equal to small letter n by capital N into capital A. ഇത് നമ്മൾ ഇക്വേഷൻ 3 എന്ന് എടുത്തു. ഈ ഇക്വേഷൻ 3 ആണ് നമ്മുടെ സിമ്പിൾ റിസൾട്ട് എന്ന് പറയുന്നത്. നമ്മുടെ ഏരിയ കണ്ടുപിടിക്കാൻ ഉള്ള സിമ്പിൾ റിസൾട്ടാണ് ഇക്വേഷൻ 3 എന്ന് പറയുന്നത്. ഈ ഇക്വേഷൻ 3 സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ 2 കണ്ടീഷൻസ് വേണം. ഒന്ന് വെച്ചാൽ n ഷുഡ് ബി ലാർജ്. നമ്മളിപ്പോൾ n എന്ന് പറഞ്ഞാൽ ലാർജ് നമ്പർ ഓഫ് പോയിൻറ്റ്സ്, അത് ലാർജ് ആയിരിക്കണം. സെക്കൻഡ് കണ്ടീഷൻ എന്ന് വെച്ചാൽ ഈ ലാർജ് നമ്പർ ഓഫ് പോയിൻറ്റ്സ് നമ്മൾ റാൻഡംലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കണം, അതുപോലെ റാൻഡംലി ചൂസ് ചെയ്തിരിക്കണം. സോ ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പൾ, മോണ്ടോ കാർലോ മെത്തേഡ്. സോ താങ്ക് യു.